വെൽക്കം ടു ഓൾ. നമുക്ക് ഇന്ന് മുതൽ പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അതായത് നമ്മൾ IFRSനെ കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്യുവർലി ഒരു തിയറി ചാപ്റ്ററാണ്. സോ തിയറി കുറച്ച് പഠിക്കാനുണ്ട്, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ശരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസുകളെ ഹാർമോണൈസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഡിസൈൻ ചെയ്തത്. അതായത് എല്ലാ ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന ആ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഹാർമോണൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ റിവീൽ ചെയ്യുന്ന ഇൻഫർമേഷൻസ് യുണീക്ക് ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, അങ്ങനെയുള്ള പ്രൊഫഷണൽ ബോഡീസ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ടൈം ടു ടൈം ഇഷ്യൂ ചെയ്യുന്ന റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആക്ച്വലി എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ബൈ ലോ അല്ലെങ്കിൽ ബൈ കസ്റ്റം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡികൾ ഇമ്പോസ് എങ്ങനെ ആ മോഡ് ഓഫ് കണ്ടക്റ്റ് അക്കൗണ്ടൻസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്ന നമ്മുടെ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണമെന്ന റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ prepared, how we have to exhibit the information അല്ലെങ്കിൽ how we have to reveal the accounting information to the users എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ശരിക്കും നമ്മൾ റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാലും ആക്ച്വലി ഇത് റൂൾസാണ്. അതായത് ഓരോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി എൻസ്വയർ ചെയ്യാൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന റൂൾസാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് പ്രിപ്പറേഷനിൽ യൂണിഫോമിറ്റി ഉണ്ടാവാൻ, പ്രസൻറ്റേഷനിൽ യൂണിഫോമിറ്റി ഉണ്ടാവാൻ, അതുപോലെ റിപ്പോർട്ടിങ്ങിൽ യൂണിഫോമിറ്റി ഉണ്ടാവാൻ പ്രൊഫഷണൽ ബോഡീസ് ടൈം ടു ടൈം ഇഷ്യൂ ചെയ്യുന്ന റൂളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിംപിളി നമ്മൾക്ക് പറയുകയാണെങ്കിൽ എന്താണ്, എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ്, അതുപോലെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ടൈം ടു ടൈം ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസുകളെ ഹാർമോണൈസ് ചെയ്യുക. അതായത് പ്രിപ്പറേഷനിലും പ്രസൻറ്റേഷനിലും റിപ്പോർട്ടിംഗ് ഓഫ് ഇൻഫോർമേഷനിലും ഒരു യൂണിഫോമിറ്റി കൊടുത്തിട്ട് അവരുടെ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസുകളെ ഹാർമോണൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശം. നമ്മളോടൊപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് issued from time to time by professional accounting bodies such as Institute of Chartered Accounts, Certified Public Accounts. അല്ലെങ്കിൽ നമുക്ക് പറയാം റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. അതാണൊരു സിമ്പിളായിട്ടുള്ളൊരു മീനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതായത്
എന്തിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻ്റ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസിനെയും പ്രാക്ടീസിനെയും സ്റ്റാൻഡർഡൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹാർമോണൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിൽ നമ്മൾ പോയിൻ്റ് ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നിരിക്കുന്നത് എന്തിനാണ്, നമ്മുടെ യൂസേഴ്സിന് എല്ലാ ഇൻഫോർമേഷനും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് ഏതൊക്കെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം, ആ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിവീൽ ചെയ്യണം എന്നൊക്കെ. സോ യൂസേഴ്സിന് എക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ടു ഹാർമോണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ വാരിയസ് അക്കൗണ്ടിങ് പ്രൊസീജിയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുക. അതായത് നമ്മൾ എങ്ങനെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ഫോളോ ചെയ്യണം എന്നുള്ളതിന് ഒരു യൂണിഫോം ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രോസസ്സുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഹാർമോണൈസ് ചെയ്യുക. യൂണിഫോം ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്താൽ everyone will prepare in a standard format, so we can harmonize the different accounting process. Then വരുന്നതാണ് എന്ത്, to enhance the contents. എൻഹാൻസ് ദ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊന്നുമില്ല, എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് അവർ ഫേവർ ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യും. ചിലപ്പോൾ മർമ്മപ്രധാനമായ പല ഇൻഫോർമേഷൻസും അവരെന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കും. സോ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് എന്തൊക്കെ ഇൻഫോർമേഷൻസ് റിവീൽ ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കണ്ടൻസ് അതായത് കൂടുതൽ ഇൻഫോർമേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ്. പിന്നെ വരുന്നതാണ് എന്ത്, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. യൂണിഫോം റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ലൈക്ക് ഗവൺമെൻറ്, അതുപോലെ തന്നെ പബ്ലിക്, അങ്ങനെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസിനൊക്കെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് ഇൻഫോർമേഷൻ യൂണിഫോം റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, വേറൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, രണ്ട് ഫേമുകൾ തമ്മിൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഫേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർഫോമൻസ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. സോ എല്ലാവരും ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോളോ ചെയ്താലാണ് നമുക്ക് ആ കമ്പാരിസണിന് ഒരു എഫക്റ്റീവ്നെസ് ഉള്ളൂ. ഒരാൾ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ഒരാൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് അറ്റ് ഓൾ കമ്പയറബിൾ. സോ ഒരു യൂണിഫോം പോളിസീസ് ഫേമുകൾ ഫോളോ ചെയ്താലാണ് നമുക്ക് ആ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. ബോത്ത് ഇൻ്റർഫേം കമ്പാരിസൺ, അതായത് രണ്ട് ഫേമുകൾ തമ്മിൽ കമ്പാരിസൺ ഓഫ് റിസൾട്ട് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫേംസ്, ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ, അതായത് ദ കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ ദ സെയിം ഫേം. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസൺ പോസിബിൾ ആക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ വരുന്നതാണ് എന്ത്, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ
എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ടു ബി പ്രിപ്പയർഡ്. അതങ്ങനെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു മേക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ് മോർ റിലയബിൾ, to make them comparable and to make them relevant and understandable. അപ്പം അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായ ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കൂടുതൽ റിലയബിൾ ആക്കുക, കൂടുതൽ കമ്പയറബിൾ ആക്കുക, ആൻഡ് അവരെ കൂടുതൽ റെലവൻ്റ് ആക്കാൻ റെലവൻ്റ് ആക്കി ആ ഓവറോൾ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ objective ആണ്. So these are the objectives. First one, to provide information. Second one, to harmonize different accounting process. Then to enhance the content and to communicate uniform result and to facilitate comparison and to improve the quality of financial statements. Then നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണെങ്കിലും കോൺസെപ്റ്റുകളാണെങ്കിലും ബേസ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് തിയറീനെയും പ്രാക്ടീസിനൊക്കെയാണ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ ഗ്രാമറാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗ്രാമർ കൃത്യമായിട്ട് പ്രയോഗിച്ചില്ലെങ്കിൽ ലാംഗ്വേജ് ഒന്നിനും കൊള്ളില്ല എന്നാണ് നമ്മൾ പറയുക. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? യൂണിഫോം ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസേഴ്സിന് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് സം റിലയബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് എമംഗ് ദ യൂസേഴ്സ്. സോ അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് റിലയബിളായിട്ട് അല്ലെങ്കിൽ ക്രെഡിബിളായിട്ട് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യും ത്രൂ ഫിക്സിങ് ഡെഫിനിറ്റ് സ്ട്രക്ചർ ഓഫ് യൂണിഫോം ഗൈഡ് ലൈൻസ് ഫോർ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ദെൻ വരുന്നതാണ് എന്ത്? യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. യൂണിഫോമിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഡിസ്ക്ലോസ് ചെയ്ത ഇൻഫോർമേഷൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നും കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ആ ഇൻഫോർമേഷൻ എന്താണ്, വോട്ട് ഇറ്റ് മെൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന കാരണം ഇറ്റ് വിൽ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഓൺലി ഇൻ ദാറ്റ് മാനർ. വി കനോട്ട് ഇൻ്റർപ്രറ്റഡ് ഇൻ എനി അതർ മാനർ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അതെന്തിനാണോ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഇൻ്റർപ്രറ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് ആ ഇൻഫോർമേഷൻ എന്താണ്, വോട്ട് ഇറ്റ് മെൻ എന്നുള്ള കാര്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ വരുന്നതാണ് എന്ത്? എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. നമ്മൾ പറഞ്ഞു നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ക്ലോഷർ, അതായത് എന്ത് ഇൻഫോർമേഷൻസൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ള കാര്യം. വാല്യുവേഷൻ, അസറ്റ് എങ്ങനെ വാല്യൂ ചെയ്യണം, ലൈബിലിറ്റി എങ്ങനെ വാല്യൂ ചെയ്യണം, നമ്മുടെ ബിസിനസ് എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ എവരി വൺ വിൽ ഡിസ്ക്ലോസ് ദ സെയിം ഇൻഫോർമേഷൻ ആൻഡ് എവരി വൺ വിൽ വാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഇൻ യൂണിഫോം ബേസിസ്. സോ അവിടെ എന്താണ്? അവിടെ ഒരു ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. എങ്ങനെയാണ് അസറ്റ് വാല്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈബിലിറ്റീസ് വാല്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫോർമേഷനാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കാരണം ഇറ്റ് വിൽ എലിമിനേറ്റ് ദ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കും. പിന്നെ കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്? എല്ലാ ഫേമുകളും സെയിം മെത്തഡോളജി ഫോളോ ചെയ്യുന്ന കാരണം വി ക്യാൻ കമ്പയർ ദ റിസൾട്ട് ഓഫ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഈച്ച് അതർ. ദെൻ വരുന്നതാണ് എന്ത്? ഡിറ്റർമിനേഷൻ ഓഫ് മാനേജറിയൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത്
മാനേജ്മെൻറ്റ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യും. റിഗാർഡിങ് പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും ലിക്വിഡിറ്റി ആണെങ്കിലും സോൾവൻസി ആണെങ്കിലും അല്ലെങ്കിൽ ജനറൽ പ്രോഗ്രസ് ഓഫ് എൻ്റർപ്രൈസ് ആണെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മെഷറിങ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് റിഗാർഡിങ് profitability, liquidity, solvency and general progress of the enterprise. Then വരുന്നതാണ് യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡർ, ഇൻവെസ്റ്റർ, റിസർച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറയും വാട്ട് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ്, വാട്ട് ഇൻഫോർമേഷൻ ഹാസ് ടു ബി റിലീവ്ഡ്. സോ ആ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചറിലാണ് എവരി ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദേ ക്യാൻ ഈസിലി മേക്ക് ഡിസിഷൻസ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിഗാർഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ എടുക്കാം ബേസ്ഡ് ഓൺ ദ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് അതുപോലെ റിസർച്ചേഴ്സിനൊക്കെ അങ്ങനെ ഇത് ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ ഡിസിഷൻസ് എടുക്കാം. ദെൻ റൈസ് ടു സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടുപിടിക്കുക, എറേഴ്സ് കണ്ടുപിടിക്കുക, ഫ്രോഡുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്റിങ്ങിന് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റിംഗ് പ്രോസസ്സ് ക്യാരി ചെയ്യാം. വാല്യുവേഷൻ ഇങ്ങനെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്, ഈ പറഞ്ഞ കണ്ടൻസൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്തിട്ട് വി ക്യാൻ റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. സോ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. നമ്മുടെ ടെക്സ്റ്റിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്